എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ കനോലി കനാലിന്റെ തീരത്താണ് നിൽക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വനിതാ കൂട്ടായ്മയാണ് പരിചയപ്പെടുത്തുന്നത്. വനിതാ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വെറും വനിതാ കൂട്ടായ്മയല്ല, അവര് സ്വന്തമായിട്ട് ആ വനിതാ കൂട്ടായ്മയിലൂടെ വരുമാനം നേടുകയും അതോടൊപ്പം ജീവിതം ആസ്വദിക്കുകയും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ ഒരു താളം തന്നെയാണ് ആ കൂട്ടായ്മ. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമുക്കിവരെ പരിചയപ്പെടാം. ഒന്ന് എല്ലാവരും പരിചയപ്പെടുത്തും. എൻ്റെ പേര് ഷിനി. എൻ്റെ പേര് സിജി. എൻ്റെ പേര് ആശ. എൻ്റെ പേര് ജിജി. എൻ്റെ പേര് രജിത. അപ്പോൾ വനിതാ കൂട്ടായ്മയുടെ പേരെന്താണ്? ഇത് എന്നാണ് തുടങ്ങിയത്? ഇനി ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്താ പറയുക രൂപീകരിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രോത്സാഹനം തന്നത് ആരായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചത്? ഇപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ പേര്, കൂട്ടായ്മയുടെ പേര് 4 സ്റ്റാർ. പിന്നെ ഞങ്ങൾ 2016 ഇത് തുടങ്ങിയിട്ടുള്ളത്. തുടങ്ങാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ച് നമുക്കായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് കർക്കിടക മാസം. അപ്പം നമ്മുടെ കർക്കിടക മരുന്നിൻ്റെ അപ്പം അത് സിജിയുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ അവിടെ ഇങ്ങനെ കടകളിലൊക്കെ നമുക്ക് കിട്ടും. ഈ കർക്കിടക മരുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ പറഞ്ഞു, അപ്പം നമുക്ക് സിജി പറഞ്ഞു നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുഴപ്പമില്ല, അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം അങ്ങനെ ആ കടയിലത്തെ ചേട്ടനോട് ചോദിച്ചിട്ട് സിജി ഇതിൻ്റെ കൂട്ടുകളൊക്കെ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്നുണ്ട ഉണ്ടാക്കി. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങിയത് ഈ കർക്കിടക മാസത്തില് കഴിക്കുന്ന ഈ മരുന്നിന്റെ ഇതാണോ? അത് നമ്മൾ പണ്ടത്തെ ആളുകള് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒരു ഇതല്ലേ? അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അപ്പൊ എങ്ങനെ പിടികിട്ടി? അതാ കടയിലത്തെ ചേട്ടനോട് ചോദിച്ചിട്ട് അപ്പൊ അതൊക്കെ പറഞ്ഞു തന്നപ്പോ പിന്നെ ഞങ്ങള് അതുണ്ടാക്കി എല്ലായിടത്തും കൊടുത്തപ്പോ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടും കിട്ടി. അപ്പം അതിൽ ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല ഇത്രയും നമുക്കൊരു അങ്ങനെ നമുക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. പിന്നെ എന്നാലും നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാ. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഞങ്ങൾക്ക് ലാഭം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ അന്ന് ഞങ്ങൾ 3 ആളുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ജിജി, സിജി, പിന്നെ ഞങ്ങൾ 3 ആളുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും തുടങ്ങിയാലോ, ഇത് നമുക്ക് എന്താ പറയുക വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംരംഭം അല്ലേ, അപ്പം നമുക്കത് എന്തെങ്കിലും ആക്കാം. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പം അതിന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരു വേറെ എന്തെങ്കിലും കൂടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അതിൽ ഞങ്ങൾ അവിലോസ് പൊടിയും വട്ടനുപ്പേരി ഓണത്തിൻ്റെ അവസരമായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഓണത്തിന് നമുക്ക് സാധാരണ ഉപ്പേരിയും അവിലോസ് പൊടിയൊക്കെ പോണ സംഭവങ്ങളാണല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു അപ്പം എന്ന് വെച്ചാൽ അത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അതിൽ ഞങ്ങൾക്ക് വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചി പ്രതിഭ എന്ന് പറഞ്ഞൊരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പം അതിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, എല്ലാവരും സാധനങ്ങളൊക്കെ മേടിക്കുകയും എല്ലാവരും നല്ലതാണ്, കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ അപ്പം ഞങ്ങൾ കഴിച്ചു പിന്നെ നമുക്കിതിൽ ഐറ്റം കൂടിയാലല്ലേ നമുക്ക് ആൾക്കാർക്ക് പുതിയത് ഓരോന്ന് കൊടുക്കുമ്പോഴല്ലേ പിന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് ആൾക്കാർ വരും. അതിന് ഞങ്ങൾക്ക് കുറച്ച് ലാഭവും കിട്ടി. പിന്നെ ഞങ്ങൾ അലുവീന ഉണ്ടാക്കിയത്, നാടൻ അരി അലുവ ഉണ്ടാക്കി തുടങ്ങി. അതിന് നല്ല മൂവ്മെൻ്റാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ ബേക്കറികളിൽ വെക്കുന്നുണ്ടായിരുന്നു അരി അലുവ. പിന്നെ കുടുംബശ്രീയിലെ കാഞ്ഞാണിയിലെ ഒരു ഇക്കോ ഷോപ്പിൽ ഞങ്ങൾ വെച്ചിരുന്നു അരി അലുവ. പിന്നെ വീടിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ നന്നായി വാങ്ങിക്കൊണ്ടു അരി അലുവ. പിന്നെ അച്ചാറുകളാണ് ഉണ്ടാക്കിയത്. അല്ലാത്തൊരു അച്ചാറുകളും ഉണ്ടാക്കും. വെജിറ്റബിൾ ഉണ്ട്, നോൺ വെജ് ഉണ്ട്, എല്ലാം കൂടിയിട്ട് നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് ഓരോരുത്തർ ഇഷ്ടപ്പെട്ടിട്ട് ഏതാ നമ്മളോട് പറയണതെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള അച്ചാറുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതിന് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് അച്ചാറുകളുടെ കാര്യത്തിലും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ നോൺ വെജ് എന്ന് പറയുമ്പോ എന്തൊക്കെയാണ്? നോൺ വെജ് എന്ന് പറഞ്ഞാല് മീൻ, കുടുത, അതുപോലെ ചെമ്മീൻ, അതുപോലെ അങ്ങനത്തെ കക്ക, അങ്ങനത്തെ നോൺ വെജുകളാണ് നമ്മൾ ചെയ്യണത്. പിന്നെ ഇറച്ചി ഐറ്റംസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല. ഇനി ആരെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ നമ്മളത് ചെയ്തു കൊടുക്കാനുള്ള ആഗ്രഹം ഉണ്ട് മനസ്സിൽ. അങ്ങനെ അച്ചാറുള്ള കാര്യങ്ങൾ. പിന്നെ ചെറിയ കാറ്ററിങ്ങൾ തുടങ്ങി ഓരോരോ ഇവന്റ്. ഇപ്പൊ നിങ്ങൾക്ക്
ഓരോ ഫംഗ്ഷനൊക്കെ ഫുഡിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അല്ലേ? ചെയ്യുന്നുണ്ട്. അതിലെന്തൊക്കെയാ മെയിനായിട്ട് ഇപ്പൊ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുവരെ? ബിരിയാണി, പിന്നെ പച്ചക്കറി, സദ്യ, പിന്നെ പായസം, വെള്ളയപ്പം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പിന്നെ വെള്ളപ്പം, കുറുമക്കറിയും, ചായയും. പിന്നെ മീറ്റിങ്ങുകൾ വരുമ്പോ ഞങ്ങളോട് ചായ, പരിപ്പ് പഴംപൊരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഇത് ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങിയപ്പോ അത് വീട്ടിലെ പണികളും പിന്നെ കുട്ടികളുടെ കാര്യങ്ങളും, ഇപ്പൊ ഇതില് എല്ലാവർക്കും കുട്ടികളുള്ളവരാണ്. അപ്പൊ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളും പിന്നെ വീട്ടിലെ പണികളും എല്ലാം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നാനില്ല. ഞങ്ങൾ ഓരോരുത്തർ കൈയൊഴിനനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ചിലപ്പോൾ ഒരുമിച്ച് ഒത്തുകൂടില്ല. ഒത്തുകൂടാന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ എല്ലാവരും ഇതാവും. പക്ഷെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോയിട്ട് വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ച് വരാം. സമയം അഡ്ജസ്റ്റ് വരുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എല്ലാവർക്കും കൂടിയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാ ആസ്വദിക്കുന്നത്? അതൊന്ന് പറഞ്ഞേ, മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമാവട്ടെ. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ പലരും ജോലി ഇല്ല അല്ലെങ്കിൽ തൊഴിലവസരങ്ങളില്ല, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടം, പലരും അങ്ങനെ മനമടുത്തിരിക്കുന്നവരാ. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇത് വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാനും ഇതും, അത് നിങ്ങളിലെ ഒരുമയല്ലേ അപ്പം അതിന് ഏറ്റവും വലിയൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നത്. അതായത് നിങ്ങൾ ഒരേ മനസ്സായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണല്ലോ അത് ഇപ്പോഴും. ഇപ്പം എത്ര വർഷമായി എന്ന് പറഞ്ഞത് നേരത്തെ? 4 വർഷമായി. അപ്പം ഈ 4 വർഷവും നിങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ലാതെ ഒരേപോലെ പോണെങ്കിൽ നിങ്ങളിൽ അതൊരു വലിയൊരു ഐക്യം തന്നെയാണത് അല്ലേ? അപ്പൊ നിങ്ങൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ? ഞങ്ങള് 4 കൂട്ടരും കൂടിയും ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കൂട്ടരും കൂടിയും ആലോചിച്ച് അത് ചെയ്യും. പിന്നെ സന്തോഷം, മനസ്സിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ടെൻഷനൊക്കെ മറക്കും. മറ്റേന്ന് നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ ജോലി ചെയ്യുമ്പോ നമുക്ക് അവരുടേത് എന്താ പറയാ, നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഭയങ്കര ഇതെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയല്ല. നമുക്ക് എത്ര ഇപ്പൊ നമുക്ക് വീട്ടിലായാലും ഇപ്പൊ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇതിന്റെ ഉള്ളിൽ വന്ന് ഇതിലേക്ക് അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല. സാധാരണ നമുക്ക് നമ്മളുടെ മനസ്സിന് എന്താ പറയാ ഭയങ്കര ഫ്രീ ആണ്. നമുക്ക് അത്ര ടെൻഷനുകളാ അങ്ങനത്തെ. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ നമ്മൾ ഈ ഞങ്ങൾ 5 ആള് ഈ നമ്മൾ രഞ്ജേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഉപ്പേരി, ഇപ്പൊ ഓണത്തിന് ഉപ്പേരി നമുക്ക് വറക്കാൻ പാടില്ല, ഫുൾ ഞങ്ങള് കൈകൊണ്ടരിയോളാം. ആള് ഫുൾ ഞങ്ങൾക്ക് കൈകൊണ്ടരിഞ്ഞുതരാം. ഞങ്ങൾക്ക് ആദ്യം ഒരു വട്ടം മാത്രം ആള് ആദ്യം ഗൾഫിലായിരുന്നു. ഇപ്പൊ 2 കൊല്ലമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ ആദ്യം ഞങ്ങള് മറ്റേ മെഷീനിലാണ് സ്ലൈസറിലാണ് അരിഞ്ഞിരുന്നത്. അപ്പൊ അതൊക്കെ ആൾക്കാർ പറയും വായിലിടുമ്പോഴത്തേനും നമുക്കത് നൈസല്ലേ. അപ്പൊ അങ്ങനെ പറയും. അപ്പൊ പറയും അപ്പൊ അപ്പാണ് ഞങ്ങള് ആള് വന്നപ്പോ ആള് പറഞ്ഞു ഞാൻ അരിഞ്ഞു തരാം. ആൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഫുള്ള് ഇപ്പൊ എത്ര നമ്മള് എന്താ പറയാ 200 കിലോ കായൊക്കെ എടുത്തിട്ട് അത് ഫുള്ള് ആള് കൈകൊണ്ട് അരിഞ്ഞു തരാ ചെയ്യാം. അപ്പൊ അതാണ് ഒന്നാമത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. കാരണം നമുക്ക് അത് കൈകൊണ്ട് അരിഞ്ഞിട്ട് ആ ഒരു ഇത് ടേസ്റ്റ് പണ്ടത്തെ നാടൻ ഉപ്പേരിയുടെ ഒരു ടേസ്റ്റ് വരും. അതാണ് ഇടുമ്പോ തന്നെ അത് പൊളയ്ക്കും. മറ്റേതാകുമ്പോ പൊളയ്ക്കില്ല, കനം കുറവല്ല. അപ്പൊ ആൾക്കും അതട്ടെ, ആൾക്കായാലും വീട്ടിലിരിക്കാനും തീരെ ഇഷ്ടമില്ല. ആള് പറയാം എപ്പോഴും പണിന്റെ ഞങ്ങളുടെ എപ്പോഴും ആൾക്ക് ഭയങ്കര ഞങ്ങളെ ഭയങ്കര മോട്ടിവേഷനാ. അതന്നെ നമുക്ക് ഇത്തിരി നേരം നമുക്ക് അത് പണിയില്ലേ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ആള്. അപ്പൊ പിന്നെ അതന്നെയല്ല, നമുക്ക് ഇതിന്റെ ഉള്ളിൽ വന്നിരുന്ന നമ്മൾ ടെൻഷൻ ഫ്രീ ആണ്. അതാണ് നമുക്ക് ഇതിനോട് അതാണ് ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. അതിലിപ്പോ എന്തെന്നാ പറയാ, എന്തിപ്പോ ചില നേരത്തെ തല്ലൂട്ടൊക്കെ ഉണ്ടാവും ഞങ്ങളുണ്ടാവൂലോ, നമ്മള് സ്നേഹമുള്ളടത്ത് തല്ലൂട്ടുണ്ടാവും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ അതല്ല കേട്ടാ, നമ്മളെ തല്ലൂട്ടെന്ന് പറയണത് എന്നിട്ടാ നീ എന്താ അത് ചെയ്യാഞ്ഞ എന്ത് ഇത് ചെയ്യാൻ, അങ്ങനത്തെ ഓരോ തോളാണ്, വേറെ തോളൊന്നല്ല. പിന്നെ ഞങ്ങള് ഇങ്ങനെ മുറ്റത്ത് വെച്ച് അടുപ്പ് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. ഈ 4 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ ഇതിന്റെ ഉള്ളിൽ തന്നെയാട്ടാ, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ പൈസ എടുത്തിട്ടല്ല, നമുക്ക് ഇതിൽ നിന്നുള്ള ലാഭത്തിൽ നിന്നാണ് ഞങ്ങൾ ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾക്കുള്ള പാത്രങ്ങളായാലും ഒക്കെയും ഇതിൽ നിന്ന് തന്നെയാണ്. നമുക്ക് നമ്മളുടെ കയ്യിലേക്ക് ലാഭം ഇത്തിരി കുറഞ്ഞിട്ടായാലും നമ്മൾ എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ ഈ ഇതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മേടിക്കാനും ഉണ്ടാക്കാനും ഒക്കെ പറ്റിയത്. ഞങ്ങളൊരു ചെറിയ കുറിയൊക്കെ ചേരും, അങ്ങനെയൊക്കെ ഇതിന്ന് കിട്ടണോ. അപ്പൊ നിങ്ങൾക്കിത് എന്താ പറയാ ഒരു സന്തോഷം, നിങ്ങൾ ഒരുമിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അല്ലേ? ആ സന്തോഷം മാത്രമല്ല, അതിലൂടെ നിങ്ങൾക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി ഇത് നേടിത്തരുന്നുണ്ട് അല്ലേ? കുടുംബശ്രീയിൽ അടയ്ക്കാനായാലും
പൈസ ഇപ്പൊ ചേട്ടന്മാരെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട, നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേര് വല്ലതും പറഞ്ഞാലും നമുക്ക് അവർക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും സ്വന്തം ആഗ്രഹങ്ങളും സാധിക്കാം. നമ്മുടെ യാത്രകള് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു അമ്പലത്തിലായാലും അല്ലെങ്കിൽ ഒരു കല്യാണത്തിനായാലും ഇപ്പൊ ഞങ്ങളുടെ തന്നെ ബന്ധുക്കൾക്ക് വല്ല എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങള് അതിൽ തന്നെ ഞങ്ങള് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പൊ അതിനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. ആരോടും ചോദിക്കാണ്ട് തന്നെ നമുക്ക് അതിൽ നിർത്തി ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ ഷിനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേക്ക് ഉണ്ടാക്കാൻ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പൊ അതിന് വേണ്ട അപ്പൊ ഞങ്ങളിപ്പോ യൂട്യൂബിൽ നോക്കിയിട്ട് ഞങ്ങളുടെ 4 സ്റ്റാറിന്റെ ആനിവേഴ്സറിക്ക് ഒരു കേക്ക് ഉണ്ടാക്കി. ഷിനിന് ഉണ്ടാക്കിയത്. അപ്പൊ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും കേക്കിന്റെ ബീറ്ററും കേക്ക് ടേബിളും ഒക്കെ ഞങ്ങൾ ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഇപ്പൊ ഓർഡർ ചെയ്ത എല്ലാ സംഭവങ്ങളും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ 4 സ്റ്റാർ പുതിയ പുതിയ മേഖലയിലേക്ക് എന്താ പറയാ ലക്ഷ്യം വെച്ച് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം അല്ലേ? ഞങ്ങൾ പുതിയ ഓരോരോ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നമുക്ക് എന്താ പറയാ ഓരോന്നോരോന്ന് പുതിയതാകുമ്പോൾ ആൾക്കാർക്ക് പിന്നെയും നമ്മളില് വെറൈറ്റികൾ പരീക്ഷിക്കാൻ. പിന്നെ ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന്റെ സ്പെഷ്യൽ രഞ്ജുണ് നല്ല സൂപ്പർ സ്വാദാണ് ചട്ടിപ്പത്തിരി. പിന്നെ കലത്തപ്പം അതൊക്കെ രഞ്ജു നന്നായിട്ട് ഉണ്ടാക്കും. അതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നല്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞാല് അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വാദാ തോന്നുന്നു അല്ലേ അതൊക്കെ? പിന്നെ എന്തൊക്കെയാ വേറെ ഇപ്പോ? അപ്പൊ ഈ 4 വർഷത്തിനുള്ളില് നിങ്ങൾ അങ്ങനെ പുതിയ 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 ഐറ്റംസ് പരീക്ഷിച്ച് ഇപ്പോ മൊത്തം എത്രത്തോളം ഐറ്റംസ് നിങ്ങളിപ്പോ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങി? മരുന്നുണ്ട, അരിയലുവ, അവലോസ് പൊടി, അച്ചപ്പം, വെളിച്ചെണ്ണപ്പം, ഉണ്ണിയപ്പം, അരിയുണ്ട, പഴംപൊരി, പരിപ്പ് വട, വെള്ളപ്പം, അച്ചാറുകൾ, ബിരിയാണി ഇല്ലേ? വെള്ളയപ്പം, ബിരിയാണി, പിന്നെ പച്ചക്കറി സദ്യ, പായസം അടക്കം അങ്ങനെയൊക്കെ ഞങ്ങളിപ്പോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ കൊറോണ കാലത്ത് ഭയങ്കര എന്താ പറയുക നന്നായിട്ട് ഞങ്ങളെ ബാധിച്ചു. കൊറോണയില് ഞങ്ങൾക്ക് നല്ലോണം എന്താ പറയുക ഞങ്ങളുടെ അടവുകളും ലോൺ അടവും ഒക്കെ നന്നായി മുടങ്ങി. അപ്പം ഞങ്ങളിങ്ങനെ സത്യമായിട്ട് ഞങ്ങൾ ആ നേരത്ത് വിഷമിച്ചു. നമുക്ക് എന്താ ഇനി വേറെ ഇതിലേക്കൊരു പുരോഗമനം വരണമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ എന്തുട്ടാ ചെയ്യേണ്ടതെന്നൊരു പിടുത്തുണ്ടായിരുന്നില്ല. കൊറോണ കാലം ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും മെയിനായിട്ട് ഇങ്ങനെ ഈ സദ്യ ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ പലഹാരങ്ങള് കല്യാണങ്ങൾക്ക് അതുപോലെയൊക്കെ ചെയ്യുന്നവരെയൊക്കെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെയും ബാധിച്ചു? നന്നായി ബാധിച്ചു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്തോഷേട്ടൻ ഞങ്ങളോട് പറഞ്ഞു എന്താ പറയാ അതെന്തൊരു അടുത്ത ഗ്രൂപ്പ് ചെമ്മാപ്പള്ളി ഗ്രാമീണ വിപണന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതില് നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ നമ്പർ കൊടുത്തു, ആഡ് ചെയ്തു. അപ്പൊ ആള് പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾ അതിലിടയ്ക്ക് പോസ്റ്ററുകൾ ഇട്ടോളോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോസ്റ്ററുകൾ ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ പോസ്റ്ററുകൾ ഇട്ടോളോ. പക്ഷെ നമുക്കത് കറക്റ്റ് അങ്ങനെ ഞങ്ങൾ 1-2 വട്ടം അത് ഇട്ടു. ഇങ്ങനെ അരിയലുവിയും അവലോസ് പൊടിയും ഇട്ടു. പക്ഷെ അതില് ഞങ്ങൾക്ക് അതിൽ കൂടെ പെട്ടെന്ന് അങ്ങനെ ഒന്നും ഇത് വന്നില്ല ഇത്. അതില് പക്ഷെ വേറൊരു ചേട്ടനുണ്ടായിരുന്നു, ജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ, അത് ചെമ്മാപ്പള്ളിയിലുള്ളതാ. അപ്പൊ ആ ചേട്ടൻ ഇതില് ഉള്ളൊരു അംഗമാണ്. അപ്പൊ ആ ചേട്ടൻ ഞങ്ങളുടെ അരിയലുവ ആദ്യം മേടിച്ചു. എന്നിട്ട് പിന്നെ ആ ചേട്ടന്റെ എന്താ പറയാ ആ ചേട്ടന് കുറെ വാട്സപ്പ് ഗ്രൂപ്പായിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പൊ ആളിപ്പോ ഞങ്ങളേന്ന് ഈ അരിയലുവിയും അവലോസ് പൊടിയും ഞങ്ങളേന്ന് മേടിച്ചിട്ട് ആള് വാട്സപ്പ് വഴി ആള് വിൽക്കണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങക്ക് ഇത്തിരി കുറച്ച് കച്ചവടം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ഇതില്. പിന്നെ സിമി, ഞങ്ങളുടെ പടിഞ്ഞാറേലത്തെ സിമിണ്ട്, അവള് ഇതേപോലെ വാടാൻപുള്ളിയിലേക്ക് അവളും ഇതേപോലെ സാധനങ്ങൾ ഞങ്ങളുടെ അരിയലുവിയും അവലോസ് പൊടിയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് അവളും ഇതേപോലെ വാട്സപ്പ് വഴി തന്നെയാണ് വിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങക്ക് ഈ കൊറോണ ഇത്തിരി ഒരു പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. നമ്മള് ഈ കനോലി കനാലിന്റെ തീരം തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് ഈ കൂട്ടായ്മേനെ പരിചയപ്പെടുത്താൻ. കാരണം ഇവരുടെ ഈ വർക്കില്ലാത്ത ഫ്രീ ടൈം ഉണ്ടല്ലോ, അത് അവർ സ്പെൻഡ് ചെയ്യുന്നത് ഈ പുഴയുടെ തീരത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് മാനസികമായിട്ട് വളരെ അടുപ്പുള്ള ഒരു സ്ഥലം കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. അപ്പോൾ അവരത് എങ്ങനെയാണ് ഒഴിവ് സമയങ്ങൾ ആസ്വദിക്കണമെന്നൊന്ന് ചോദിക്കാം നമുക്ക്. ഇവിടെ വന്നിരുന്ന് നിങ്ങൾ എന്തൊക്കെ പറയും? എങ്ങനെ മാർക്കറ്റിംഗ് മെച്ചപ്പെടുത്താം, അടുത്ത പ്രോഡക്ട്സ് എന്തൊക്കെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, വീട്ടിലെ പണിയെടുത്തിട്ട് തീരുന്നില്ല, ജോലിക്ക് പോയിട്ട് സമയമില്ല, അങ്ങനെയൊക്കെ പറയുന്ന നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇവരെ കാണുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും അതുപോലെ സ്വന്തമായിട്ട് വരുമാന മാർഗത്തിനുള്ള പണികളും നല്ല കായികാധ്വാനം വേണ്ട പണികളാണ് ഇവർ ചെയ്യണത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇവരുടെ
ഫോൺ നമ്പർ ഈ ഇതിൽ വീഡിയോയിൽ നമ്മളിടും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ പ്രോഡക്ട്സ് വാങ്ങിക്കാനും അതുപോലെ തന്നെ കല്യാണങ്ങളോ എന്താവശ്യം ഉണ്ടെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോഡക്ട്സും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെയൊക്കെ ഈ കൂട്ടായ്മകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ, ഞാൻ വാങ്ങിക്കാറുണ്ട്. അതിലേറ്റവും ഫേവറേറ്റാണ് കർക്കിടക മാസത്തിലെ മരുന്നിൻ്റെ ഉണ്ട. അതാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ സ്കൂളിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ഞാനിത് കൊടുക്കാറുണ്ട്. അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയാറുണ്ട് ഇതൊക്കെ പണ്ട് അച്ഛനമ്മമാരും അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അത് നമ്മൾ ഇവരിലൂടെ വീണ്ടും എന്താ പറയുക കാണുകയും അതുപോലെ കഴിക്കുകയൊക്കെ ചെയ്യാണ്. ഇത് കാണുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ പറയുക, വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം അത് നമുക്ക് എൻജോയ് ചെയ്യാം. എന്താ പറയുക, നമ്മളിലുള്ള കഴിവ് അതുപോലെ നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ ഓരോരുത്തരുടെയും കഴിവ് ചേരുമ്പോഴാണല്ലോ നമുക്കൊരു സംരംഭം ഒക്കെ ഉണ്ടാവാനായിട്ട്. അപ്പം നമുക്ക് അത് വെറുതെ കളയണ സമയം നമ്മളുടെ ഉള്ളിലെ കഴിവിനെ നമ്മളുടെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്കതിന് നല്ലൊരു സംതൃപ്തിയും നമുക്കതൊരു വരുമാനവും നമുക്ക് എന്താ പറയുക നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസവും വരും. എന്താ പറയുക, നമ്മളൊരു എന്താ പറയുക ഇത്തിരി കൂടി നമുക്കൊരു നല്ലൊരു ഇതിൽ ജീവിക്കാനായിട്ട് നമുക്കൊരു പ്രചോദനമാവുകയും ചെയ്യും. ഇതിപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്കെന്ന് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ പിള്ളേരുകൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ എന്താ പറയുക, ഞങ്ങൾക്ക് ഒരു പണി ഉണ്ടെങ്കിൽ അവരെല്ലാവരും ചോദിക്കും ഇന്ന് പണി എന്താ, അങ്ങനെ ചോദിച്ചിട്ട് അവരും വരും ഞങ്ങളുടെ കൂടെ. എന്താ പറയുക, അവിടെ ഇരുന്ന് നമുക്ക് എന്താ പറയുക എല്ലാവർക്കും പിള്ളേർക്കും ഫ്രീ ആണ്. അവർക്കും എന്തും നമ്മളോട് സംസാരിക്കാനും നമ്മളുടേതായ എന്താ പറയുക അവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു ലോകത്തേക്ക് വരുന്ന പോലെ അവരും. അപ്പം അങ്ങനെ നമുക്കും ജീവിക്കാനൊരു നല്ലൊരു പ്രേരണയാവുകയും ചെയ്യും നമ്മളുടെ അങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും അതുപോലെ എന്താ പറയുക അതുപോലെ ഒരു കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഒരു സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിന് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ നിങ്ങൾക്കൊരു പ്രചോദനമാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമാവും. പിന്നെ ഞങ്ങളെ എന്താ പറയുക ഞങ്ങളെ ഈ പരിചയപ്പെടുത്തിയ ഇതിലേക്ക് ഞങ്ങളുടെ ഒരു അനുഭവങ്ങളും ഞങ്ങളുടെ ഈ കൂട്ടായ്മയെയും പരിചയപ്പെടുത്തിയ സ്വപ്നേച്ചിക്ക് ഒരുപാട് നന്ദി. കാരണം ഇതിലൂടെ പിന്നെ നമ്മളൊരു അറിയല്ലേ. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പൊടി തട്ടിയെടുത്തു. അതെ, ഓർമ്മകളൊക്കെ നിങ്ങളുടെ പൊടി തട്ടിയെടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസിൽ അതാണ് നമ്മളിവിടെ ഇരുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പ്ലേസ്. അപ്പോൾ അവർക്ക് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള കൂട്ടായ്മകളെ നമുക്ക് ഒരുപാട് പ്രോത്സാഹിപ്പിക്കണം. കാരണം അവരുടെ തന്നെ മനസ്സിനെയും അതുപോലെ തന്നെ ജീവിക്കാനുള്ള നിലനിൽക്കാനുള്ള ഒരു വഴി സ്വയം കണ്ടെത്തുകയും സന്തോഷം കണ്ടെത്തുകയും അതിലൂടെ ഒക്കെ ചെയ്യുന്ന ഇവരെ നമുക്ക് ഒരുപാട് പ്രോത്സാഹിപ്പിക്കാനുണ്ട് ഇനി. അപ്പോൾ എല്ലാവരും അവരുടെ നമ്പർ ശ്രദ്ധിച്ചോളൂ. അവരുടെ ഓർഡർ കൊടുക്കുക, അവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യുക.